പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ കോവിഡ്-19 കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലിരുന്ന് അങ്ങയെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ അവിടെ ഞങ്ങൾ ഒരുക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആദ്യാവസാനം അവിടെ ദൈവമായ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് മശിഹായുടെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 213 ഗീതം, ലിറിക്സ് 213. വിശുദ്ധാത്മാവേ, ശുദ്ധീകരിക്കും ദേവാ, അശുദ്ധി നീക്കുവതിനായി വരണമിപ്പോൾ, അശുദ്ധി നീക്കുവതിനായി വരണമിപ്പോൾ, അശുദ്ധി കുളിപ്പിക്കുവാൻ വിശുദ്ധാത്മാവിനാകട്ടെ കഴിഞ്ഞിടുന്നു, വിശുദ്ധാത്മാവിനാകട്ടെ കഴിഞ്ഞിടുന്നു. ശിശുക്കളോടുള്ള ശിശുക്കളെ കൊണ്ടുവരുന്നു നിന്നാളികേ, ശിശുക്കളെ കൊണ്ടുവരുന്നു നിന്നാളികേ, ശിശുക്കളെ നിനക്കുള്ള വിധയായിട്ടു പലികാലെ നടയാള മരിരഹസ്യ, പലികാലെ നടയാള മരിരഹസ്യ, യേശുവിന്റെ തിരുച്ചങ്കു തുറന്നൊഴുകും, വിശുദ്ധരക്തത്തെ കൊണ്ട് തളിച്ചിടണം, വിശുദ്ധരക്തത്തെ കൊണ്ട് തളിച്ചിടണം. ഇഹത്തിൽ വരെ കാത്തു പരിപാലിച്ചു, മഹാപ്രദേശം കൊടുക്കണമേ, മഹാപ്രദേശം കൊടുക്കണമേ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഈ യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. ഞങ്ങൾ ആശ്വതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, അതിൽ ഇപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ. ആമീൻ. തൃത്വത്തിന് സ്തുതി. പേജ് നമ്പർ 34. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക്
മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവരായിരിക്കുന്നു, വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഇല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് ഗ്ലോറിയ ചേർന്ന് ഉപയോഗിക്കാം. പേജ് നമ്പർ 5. ദൈവത്തിനു മഹത്വവും ഭൂമിയിൽ ദൈവ പ്രസാദമുള്ള മനുഷ്യർക്കു സമാധാനമുണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്കു സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധ, നീ മാത്രം കർത്താവ്. മശിഹായേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആനന്ദനാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിൻ്റെ സ്നേഹത്തെ വലുപ്പത്തെ കൂടുതൽ അർത്ഥമായി അറിയുകയും നിൻ്റെ കൃപാവലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമീൻ. പാവസ്വീകാരം, പേജ് നമ്പർ 40. നമുക്ക് പാവമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മില്ലാതെയായി നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാവം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകനെന്ന് പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവൊഴികെ സർവതുല്യമായി പരീക്ഷിക്കപ്പെട്ടനത്രേ നമുക്കുള്ളത്.
അതുകൊണ്ട് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാവങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റു പറയാം. രണ്ടാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. പേജ് നമ്പർ 42. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാവം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണമായ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂട്ടുകാരോട് ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാവങ്ങളും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാവമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ: പരിശുദ്ധാത്മാവൻ ഞങ്ങളെ കഴുകി വെടിപ്പാക്കി പുതുജീവൻ നൽകി ഞങ്ങളെ വീണ്ടെടുത്ത ഉന്നതനും സ്നേഹാദ്രനുമായ ദൈവമേ, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നതിൻ്റെ സാരാംശം അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവരാജാനുഭവത്തിൽ ജീവൻ്റെ പൂർണ്ണത അനുഭവിപ്പാൻ നിന്നോടും പരിശുദ്ധാത്മാവിനും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമീൻ. പഴയ നിയമ വേദഭാഗം ഫസ്റ്റ് ലെസൺ. Today's first lesson is taken from the book of Exodus, chapter 14, verses 15 to 31. Exodus, chapter 14, 15 to 31. And the Lord said to Moses, "Why do you cry to me? Tell the children of Israel to go forward. But lift up your rod and stretch out your hand over the sea and divide it. And the children of Israel shall go on dry ground through the midst of the sea. And I indeed will harden the hearts of the Egyptians, and they shall follow them. So I will gain honor over Pharaoh and over all his army, his chariots and his horsemen. Then the Egyptians shall know that I am the Lord, when I have gained honor for myself over Pharaoh, his chariots and his horsemen." And the angel of God who went before the camp of Israel moved and went behind them, and the pillar of cloud went from before them and stood behind them. So it came between the camp of the Egyptians and the camp of Israel. Thus it was a cloud and darkness to the one, and it gave light by the night to the other, so that the one did not come near the other all that night. Then Moses stretched out his hand over the sea, and the Lord caused the sea to go back by a strong east wind all that night, and made the sea into the dry land, and the waters were divided. So the children of Israel went into the midst of the sea on the dry ground, and the waters were a wall to them on their right hand and on their left. And the Egyptians pursued and went after them into the midst of the sea, all Pharaoh's horses, his chariots and his horsemen. Now it came to pass in the morning watch that the Lord looked down upon the army of Egyptians through the pillar of fire and cloud, and he troubled the army of the Egyptians. And he took off his chariot wheels so that they drove them with difficulty. And the Egyptians said, "Let us flee from the face of Israel, for the Lord fights for them against the Egyptians." Then the Lord said to Moses, "Stretch out your hand over the sea, that the waters may come back upon the Egyptians, on their chariots and on their horsemen." And Moses stretched out his hand over the sea, and when the morning appeared, the sea returned to its full depth, while the Egyptians were fleeing into it. So the Lord overthrew the Egyptians in the midst of the sea. Then the waters returned and covered the chariots, the horsemen, and all the army of Pharaoh that came into the sea after them. Not so much as one of them remained.
But the children of Israel had walked on dry land in the midst of the sea, and the waters were a wall to them on their right hand and on their left. So the Lord saved Israel that day out of the hand of the Egyptians, and Israel saw the Egyptians dead on the seashore. Thus Israel saw the great work which the Lord had done in Egypt, so that people feared the Lord and believed the Lord and his servant Moses. Here ends the first lesson. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 32 സങ്കീർത്തനം, സാംസ് 32. സാംസ് 32 സങ്കീർത്തനം 32. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. ഹൃദയ പരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ച് ഉല്ലസിപ്പീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. The second reading for this morning is Titus chapter 3 verses 3 to 8. Chapter 3 verses 3 to 8. At any one we have been foolish, disobedient, deceived and enslaved by all kind of passion and pleasure. We live in malice and iniquity, being hating and hated anyone. But when the kindness of love of God our Savior is appeared, He saved us not because of righteous things we have done, but because of His mercy. We saved us through the washing of rebirth and the renewal of His Holy Spirit, whom He poured out on us generously through Jesus Christ our Savior, so that having been justified by the grace, we might have become the heir having the hope of eternal life. This is a trustworthy saying, and I was to stress these things so that you have trusted in God and may carefully to denote themselves to do what is good, and these things are excellent and profitable for everyone. This is the word of the Lord. 3 വിശുദ്ധ ദൈവക്കന്മാരുടെ പാട്ട് വാക്യപ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. പേജ് നമ്പർ 48. വെൻഡിക്കേറ്റ്. കർത്താവിൻ്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവിൻ്റെ ദൂതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശവിധാനത്തിന് മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ സർവശക്തികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ദൈവത്തിൻ്റെ കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അഗ്നിവസ്ത്രമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാല ഉഷ്ണകാലമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മഞ്ഞും ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച മഞ്ഞ് ശീതമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച വെള്ളവും മഹ്യവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇരുവെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മിന്നലുകളും മേഘങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ. അത്രയുമല്ല അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. ഞങ്ങളും കുന്നലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഭൂമിയിലെ സസ്യവസ്തുക്കളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ.
കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. വെള്ളത്തിൽ ജനിക്കുന്ന ജീവനാന്തികൾ സകലമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ സകലപുറങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നാലുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മനുഷ്യമക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇസ്രായേൽ കർത്താവിനെ വാഴ്ത്തട്ടെ, അവനെന്നും പോറ്റി മഹത്വപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ദൈവമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹൃദയശുദ്ധിയുള്ള മനുഷ്യരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അനിയാവസ്ഥയാവും ഈശാലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെന്നും പോഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിനൊക്കെ വാഴ്ത്താം. അവനെന്നും പോഴ്ത്തി മഹത്വപ്പെടുത്താം. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനുമീതെ മഹോന്നതനും ആകുന്നുവല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സസ് 1 to 8. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദമസ് എന്നു പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദമസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിന് ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതിയതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടുന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നത് സ്നേഹവും ബഹുമാനമുള്ള റവറൻഡ് സാംരാജു അച്ഛനാണ്. അച്ഛൻ ഈ നാളുകളിൽ മുമ്പേ പരൽ ഇടവകയുടെ വികാരിയായിട്ട് സേവനം ചെയ്യുന്നു. കൂടാതെ വൈദികരുടെ ചെയർമാനാണ്. അച്ഛൻ്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സ്നേഹത്തോട് ഞാൻ അച്ഛനെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അടുത്ത പാട്ടിന് ശേഷം അച്ഛൻ നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നതാണ്. അച്ഛനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. കീർത്തനം 402, ഹിൻ നമ്പർ 402. Yeah.
ത്രിയാക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇന്ന് ഈ വിശുദ്ധ ദിവസം ഹൈദരാബാദ് CSI മലയാളം കോൺഗ്രേഷനോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ എനിക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം നാഷണൽ യൂത്ത് കോൺഫറൻസുമായിട്ടുള്ള ബന്ധത്തിൽ ഹൈദരാബാദിൽ കടന്നു വരുവാനും 3 ദിവസ കോൺഫറൻസിൽ പങ്കെടുക്കുവാനും ദൈവം ഇടിയാക്കി. ഹൈദരാബാദ് സഭയിലെ യുവജനങ്ങൾ ഏറ്റവും ഭംഗിയാവണ്ണം കോൺഫറൻസ് ക്രമീകരിച്ചതിന് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഞാൻ ബഹുമാനമുള്ള TT സന്തോഷത്തിന് ഏറ്റുമാനൂർ വൈദിക ജില്ലയിൽ സമീപ സഭകൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അച്ഛൻ വെള്ളൂർ സഭയിലായിരുന്നപ്പോൾ ഞാൻ വെള്ളൂരിന് സമീപത്തുള്ള പിറവടുകയിൽ ശുശ്രൂഷ ചെയ്തു. ആ നാൾ മുതൽ ഇന്ന് വരെയും നല്ല സൗഹൃദമെന്ന് കാത്തു സൂക്ഷിപ്പാൻ സർവശക്തനായ ദൈവം ഇടിയാക്കി. നാം ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയം സാക്രമെന്റ് ഓഫ് ബാപ്റ്റിസം, ബപ്തിസ്മ എന്നതാകുന്നു. ദക്ഷിണേന്ത്യ സഭയ്ക്ക് 2 സാക്രമെന്റുകളാണുള്ളത്. ഒന്നാമത് ബപ്തിസ്മയും രണ്ടാമത് വിശുദ്ധ സംസർഗവും. ബാപ്റ്റിസം ആൻഡ് ഹോളി കമ്മ്യൂണിയൻ. എന്താണ് സാക്രമെന്റ് എന്നത് നമുക്കറിയാം. അകമേ നാം പ്രാപിക്കുന്ന ദൈവകൃപയുടെ പുറമെയുള്ള അടയാളം. ഇന്ന് ബപ്തിസ്മയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ അല്പസമയം നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു കേട്ടുവല്ലോ. ജോൺ ചാപ്റ്റർ 3 വേഴ്സസ് 1 to 8. അവിടെ നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ രാത്രി വന്ന് ഇപ്രകാരം പറഞ്ഞു: ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. പരീശന്മാരുടെ കൂട്ടത്തിൽ പ്രമാണിയായ നിക്കോദിമോസ് രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വരുവാനുള്ള സാഹചര്യം ഒരുപക്ഷെ ഈ നിക്കോദിമോസ് സന്നിഹിതനും സംഘത്തിൻ്റെ അംഗം കൂടിയാണ്. സന്നിഹിതനും സംഘം എന്ന് പറഞ്ഞാൽ 71 പേരടങ്ങുന്ന യഹൂദരുടെ സംഘം മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തർക്കവിഷയമുണ്ടാകുമ്പോൾ അന്തിമ തീരുമാനം കൽപ്പിക്കുന്നത് സന്നിഹിതനും സംഘമാണ്. പരീശന്മാരുടെ കൂട്ടത്തിൽ പ്രമാണിയാണ് നിക്കോദിമോസ്. യഹൂദന്മാരുടെ കൂട്ടത്തിൽ 2 വിഭാഗങ്ങളാണ് പ്രബലമായിട്ടുള്ളത്. ഒന്നാമത് പരീശന്മാരും രണ്ടാമത് സദൂക്യരും. പരീശന്മാർ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവ് യേശു മിശിഹായുടെ പരസ്യ ശുശ്രൂഷയിൽ നോക്കിക്കണ്ടുകൊണ്ട് അവർ വിമർശിക്കുന്നുണ്ട്. യഹൂദരല്ലാതെ ആളുകളോട് കർത്താവിനുള്ള സമീപനവും കർത്താവിൻ്റെ സംസർഗവും കണ്ടപ്പോൾ ഇവർക്ക് പരീശന്മാർക്ക് നീരസം ഉണ്ടായി. Because they were strictly followed the Mosaic law. They were conservative. പഴയ നിയമത്തിലെ പ്രമാണങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ പാലിക്കപ്പെടണമെന്ന് ഈ പരീശന്മാരെപ്പോഴും നിഷ്കർഷിച്ചുകൊണ്ടിരുന്നു. പരീശന്മാർ യഹൂദരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രബലമായ ഭാഗമാണ്. അതുകൊണ്ട് പരീശന്മാരുടെ കൂട്ടത്തിൽ പ്രമാണിയായി നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ പരീശന്മാരുടെ ഇടയിൽ നിന്നും സന്നിഹിത സംഘത്തു നിന്നും നിക്കോദിമോസിനോടൊരു ചോദ്യമുണ്ടാകാം. ജാതികളായിട്ടുള്ളവരോട് മൃദു സമീപനം സ്വീകരിക്കുകയും അവരോടുകൂടി ഭക്ഷണത്തിലിരിക്കുന്ന യേശുവുമായിട്ട് നിനക്കുള്ള ബന്ധം എന്താണ്? അതുകൊണ്ട് രാത്രിയിലാകുന്നു ആരും കാണാതെ നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വന്നത്. ഈ നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നുണ്ട്,
പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. അപ്പോൾ നിക്കോദിമോസിന് ഒരു സംശയമുണ്ടായി, അമ്മയുടെ ഉദരത്തിൽ കടന്ന് വീണ്ടും എങ്ങനെ ജനിപ്പാനായിട്ട് കഴിയും? ഈ സംശയം ഉരുവായ സമയത്ത് കർത്താവ് യേശുക്രിസ്തു വീണ്ടും നിക്കോദിമോസിനോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. The word baptism comes from the Greek word baptizo, which means to dip or immerse. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം കാണുന്നു, യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു. സ്നാപയോഹന്നാൻ വെള്ളത്താൽ സ്നാനപ്പെടുത്തി. സ്നാപയോഹന്നാന്റെ സന്ദേശം ഇതായിരുന്നു, മാനസാന്തരപ്പെട്ടുകൊള്ളുക. A preparatory act in which Jews expressed their belief in the imminent coming of Messiah and their desire to turn away from sin and live righteously. യഹൂദരോട് വിളിച്ചു പറഞ്ഞതാകുന്നു. മരുഭൂമിയിൽ എല്ലാവരോടും വിളിച്ചു പറഞ്ഞ സ്നാപയോഹന്നാന്റെ ശബ്ദം നമുക്കറിയാം, മാനസാന്തരപ്പെടുക. സ്നാപയോഹന്നാൻ അനേകരെ യോർദാൻ നദിയിൽ സ്നാനം കഴിപ്പിച്ചു. യഹൂദദേശമൊക്കെ യെരുസലേമിൽ എല്ലാവരും വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം ഏറ്റു. കർത്താവ് യേശുക്രിസ്തു സ്നാപയോഹന്നാൻ സ്നാനം ഏറ്റു. കർത്താവ് യേശുക്രിസ്തു സ്നാനം ഏൽക്കുന്ന സമയം പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നുവെന്നും സ്വർഗത്തിൽ നിന്ന് ശബ്ദം ഇപ്രകാരം കേട്ടു, ദൈവത്തിന്റെ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇപ്പോൾ ബപ്തിസ്മ നമ്മളെ സംബന്ധിച്ച് മതപരമായിട്ടൊരു ചടങ്ങ് അല്ല, മറിച്ച് ദൈവ ആത്മാവിനെ പ്രാപിക്കുന്ന വലിയൊരു ശുശ്രൂഷയായി നാം ഇതിനെ മനസ്സിലാക്കണം. വെള്ളത്താലും ആത്മാവിനാലും സ്നാനം. സ്നാപയോഹന്നാൻ യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തിയപ്പോൾ അനേകർ വന്നു ചേർന്നത് തങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ള ബോധവും അകത്തിൽ അനുഭവിച്ചുകൊണ്ട് വന്നു. അവര് മാനസാന്തരത്തിനായിട്ട് അവർ സ്നാനം ഏറ്റിരുന്നു. എന്താണ് ആത്മാവിലുള്ള സ്നാനം? സ്പിരിറ്റ് ബാപ്റ്റിസം, ദ സൂപ്പർ നാച്ചുറൽ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനം, ബപ്തിസ്മ. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നുവെന്ന് കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നാന സമയത്ത് നാം കാണുന്നുണ്ട്. ഒരു പുതുജീവൻ പ്രാപിപ്പാനായിട്ട് സ്നാനം മുഖാന്തരമാകുന്നു. വിശുദ്ധ വേദപുസ്തകം റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം എൻ്റെ 2-ാം വാക്യം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നു, സിൻസ് പവർ ഈസ് ബ്രോക്കൺ. പാപസംബന്ധമായി മരിച്ചൊരാൻ ഇനിയും അതിൽ ജീവിക്കുന്ന എങ്ങനെ? പാപസംബന്ധമായിട്ട് നാം മരിച്ചു കഴിഞ്ഞു. സ്നാനം ഏൽക്കുമ്പോൾ പാപസംബന്ധമായിട്ട് നാം മരിച്ചു കഴിഞ്ഞു. ഇനിയും നമുക്കതിൽ ജീവിപ്പാൻ കഴിയുന്നത് എങ്ങനെ? സിൻസ് പവർ ഈസ് ബ്രോക്കൺ. ജീസസ് ക്രൈസ്റ്റ് ഹാസ് ഗിവൺ us ന്യൂ ലൈഫ്. ഇവിടെ ക്രിസ്തു നമുക്കൊരു പുതുജീവൻ പകരുകയാണ് ചെയ്യുന്നത്. നിക്കോദെമോസിനോട് പറഞ്ഞു, നീ പുതുതായി ജനിക്കണം, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാനായിട്ട് കഴിയുകയില്ല. നീ വെള്ളത്താൽ സ്നാനം ഏൽക്കുമ്പോൾ, ആത്മാവിനാൽ സ്നാനം ഏൽക്കുമ്പോൾ നീ പുതുതായി തീർന്നു. ഇനി പാപസംബന്ധമായിട്ട് നിനക്ക് ജീവിപ്പാൻ സാധിക്കത്തില്ല. പാപസംബന്ധമായിട്ട് ജീവിക്കരുത് എന്നുള്ള ഒരു ചിന്ത റോമർക്ക് എഴുതിയ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ, സിൻസ് ലവിംഗ് നേച്ചർ ഈസ് ബറീഡ്, നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെടും. പാപസംബന്ധമായിട്ട് നാം മരിച്ചു, നാം അവനോടുകൂടി കുഴിച്ചിടപ്പെടും. ക്രിസ്തു പാപസംബന്ധമായിട്ട് അല്ല മരിച്ചത്, നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് ആകുന്നു.
അവനിൽ പാപമില്ല, അവൻ പരിശുദ്ധാത്മാവിനാൽ ഉളവായതാണ്. എന്നാൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് അപ്പോൾ നാം സ്നാനമേൽക്കുമ്പോൾ പാപസംബന്ധമായിട്ട് മരിച്ചു, നാം അടക്കപ്പെട്ടു. നമ്മുടെ ജഡികമായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളെയും മരിപ്പിക്കണമെന്ന് സ്നാനം പഠിപ്പിക്കുന്നു, ബപ്തിസ്മ നമ്മെ പഠിപ്പിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 6:6 വി ആർ നോ ലോങ്ങർ അണ്ടർ സിൻസ് കൺട്രോൾ. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. പഴയത് കഴിഞ്ഞുപോയി, ഇനി പുതിയത്. പഴയത് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നത് നീ പാപസംബന്ധമായിട്ട് മരിക്കണം എന്നുള്ളതും ദൈവത്തിൻ്റെ ആത്മാവ് നീ പ്രാപിക്കണമെന്നും വെള്ളത്താലും ആത്മാവിനാലും നീ ജനിക്കണം, നീ പുതിയതായി തീരണം, പഴയത് കഴിഞ്ഞുപോയി, നീ പുതിയ മനുഷ്യനായി തീരണം, എങ്കിൽ മാത്രമേ സ്വർഗരാജ്യം പ്രാപിപ്പാനായിട്ട് നിനക്ക് കഴിയുകയുള്ളൂ. പരീശന്മാരുടെ കൂട്ടത്തിൽ പ്രമാണിയാണ്, സന്നിധിയും സംഘത്തിൻ്റെ അംഗമാണ്. പക്ഷേ ദൈവരാജ്യം പ്രാപിപ്പാനായിട്ട് നിനക്ക് കഴിയത്തില്ല. അത് വെള്ളത്താലും ആത്മാവിനാലും സ്നാനമേറ്റെങ്കിലേ കഴിയുകയുള്ളൂ. ബപ്തിസ്മയുടെ വിവിധ തലങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഒന്നാമതായിട്ട് ഇൻ ലീഗൽ സെൻസ് വി ഡൈഡ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്സ് ജഡ്ജ്മെന്റ്. രണ്ടാമതായിട്ട് ഇൻ ദ കൺവേർഷൻ സെൻസ് ബിലീവിങ് ഇൻ ക്രൈസ്റ്റ് ഈസ് ഡൈയിങ് ടു സിൻ. മൂന്നാമതായിട്ട് ഇൻ മോറൽ സെൻസ് സിൻഫുൾ ഡിസൈർസ് മേ ബി പ്രസന്റ് ബട്ട് ദേ ആർ മോറലി വൂണ്ടഡ്. നാലാമതായിട്ട് ഇൻ റിസറക്ഷൻ സെൻസ് we exchange our sinful life for Christ's resurrection life. കർത്താവ് യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷ 3.5 വർഷക്കാലം ചെയ്തു. ഇതിന്റെ ക്ലൈമാക്സ് നമ്മൾ കാണുന്ന ക്രൂശീകരണമാണ്. നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കർത്താവ് ക്രൂസിൽ യാഗമായിട്ട് തീർന്നു, മരിച്ചു അടക്കപ്പെട്ടു. 3-ാം നാൾ നമുക്കായിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് പറയുക, ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ മധ്യേ അയക്കും, മറ്റൊരു കാര്യസ്ഥനെ നൽകും. ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകിയിട്ടാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. അതിനെ നാം പ്രാപിക്കണം. നമ്മുടെ ഭവനത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ ബപ്തിസ്മയ്ക്കായിട്ട് കൊണ്ടുവരുമ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് കുഞ്ഞുങ്ങളുമേൽ വസിക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം. ഇത് സഭയുടെ ഒരു വലിയ ശുശ്രൂഷയ്ക്കായിട്ട് നാം കുഞ്ഞുങ്ങളെ ഒരുക്കണം. ബപ്തിസ്മ പെട്ടതായ ശിശുക്കളെ അവരുടെ വളർച്ചയിൽ അവർ ഈ ദൈവഭക്തിയിൽ ജീവിപ്പാൻ, ഈ ദൈവകൃപയിൽ വളർന്നു വരുവാൻ, ഇനി പാപസംബന്ധമായിട്ട് ജീവിപ്പാനായിട്ട് അല്ല, മറിച്ച് ദൈവകൃപയിൽ ആ കുഞ്ഞ് വളർന്നു വരുവാൻ, അത് ജീവിപ്പാൻ അവനെ സഹായിക്കേണ്ടത് മാതാപിതാക്കളും സഭയുമാണ്. അതിന് ആ കുഞ്ഞിൻ്റെ പേർക്ക് ചില കാര്യങ്ങളൊക്കെ ബപ്തിസ്മയുടെ സമയത്ത് ഉപേക്ഷിച്ചുവെന്നും ചില കാര്യങ്ങളൊക്കെ സ്വീകരിച്ചുവെന്നും പറയുന്നത്. ഈ കുഞ്ഞ് 13-14 വയസ്സാകുമ്പോൾ അഭിയൊന്ന് തിരുമേനിയുടെ മുമ്പാകെ കടന്ന് പോകും സ്ഥിരീകരണത്തിനായിട്ട്, കൺഫർമേഷനായിട്ട്. അപ്പോൾ എൻ്റെ വിശ്വാസത്തെ അവൻ ഏറ്റു പറയും, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ രക്ഷ അതാവശ്യമെന്ന് പറയുകയും കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ആ ഒരു ഉറപ്പും ബലവും ഓരോ യൗവനക്കാരനും ഇന്ന് ഉണ്ടോ? ഇന്ന് സഭയിലെ വിശ്വാസികൾക്ക് ഉണ്ടോ? ഒരു ചടങ്ങായിട്ട് ബപ്തിസ്മ കഴിയുവാനായിട്ടല്ല, ഒരു ആചാരപരമായിട്ട് അതിനെ നാം കാണരുത്, മറിച്ച് ദൈവകൃപ അകമേ പ്രാപിക്കേണ്ടതാണ്. അതുകൊണ്ട് ബപ്തിസ്മപ്പെട്ടതായ ശിശുക്കളുടെ പേർക്ക് സഭ പ്രാർത്ഥിക്കുന്നു, വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു. കാരണം ഒരിക്കൽ വെള്ളത്താൽ സ്നാനപ്പെട്ടതാണ്. ആത്മാവ് ഈ കുഞ്ഞിൻ്റെ മേൽ ഉണ്ടാകണം. നാം പ്രാപിച്ചതായ ദൈവത്തിൻ്റെ ആത്മാവ്
നമ്മളിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നു, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാനായിട്ട് കഴിയില്ല. ആചാരപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരീശന്മാർ ചെയ്യുന്നു, പ്രമാണങ്ങൾ അവർ പാലിക്കുന്നു. എന്നാൽ വെള്ളത്താലും ആത്മാവിനാലും ഉള്ള സ്നാനം, ബോൺ അഗെയിൻ, വീണ്ടും ജനനം, ഇന്ന് നമുക്കിത് ഘോഷിപ്പാനായിട്ടിടയായിരിക്കണം. വീണ്ടും ജനിച്ചവരായ നാം ഇത് ഘോഷിക്കണം. വെള്ളത്താൽ സ്നാനമിട്ടു ആത്മാവ് പ്രാപിച്ചവരായ വിശ്വാസവും ധൈര്യത്തോടും ബലത്തോടും നിൽക്കണം. ഇത് സാക്ഷ്യമായിട്ട് ദേശത്ത് നാം അറിയിക്കണം. നിക്കോദിമോസിനോട് കർത്താവ് നൽകിയതായ സന്ദേശം എത്ര ശക്തമാണ്. നീ പുതിയതായിട്ട് ജനിക്കണം. ഈ പുതുജനം നീ പ്രാപിക്കണം. അത് ദൈവരാജ്യത്തിൽ കടപ്പാണ്. കർത്താവ് യേശുക്രിസ്തു പറയുന്നു, സ്വർഗാരോഹണം ചെയ്യുന്ന യേശുക്രിസ്തു പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ വീണ്ടും വരും നിങ്ങളെ ചേർത്ത് കൊള്ളുവാനായിട്ട്. വെള്ളത്താൽ ആത്മാവിനാൽ ഉല്ലാസനാണ് നാം പ്രാപിച്ചതായ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ഈ വിശ്വാസത്തെ ഏറ്റുപറയണം. ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. തലമുറയിലേക്ക് ഈ വിശ്വാസത്തെ കൈമാറുവാൻ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെ ഇടിയാക്കട്ടെ. നമ്മളെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നിങ്ങളുടെ തിരുവചനത്തിനായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു. വെള്ളത്താലും ആത്മാവിനാലും സ്നാനപ്പെടണമെന്ന് ഞങ്ങൾ പഠിച്ചു. വെറും ആചാരപരമായിട്ട് ചിന്തിപ്പാനായിട്ട് അല്ല, വിശ്വാസപരമായിട്ട് മുന്നേറുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ദൈവാസനെ ഞങ്ങളെ താഴ്ത്തിരുന്നതാണ്. വീണ്ടും ജനത്തെക്കുറിച്ച് കേൾക്കുവാനിടയായി വ്യത്യസ്തപ്പെട്ടതായ ഞങ്ങൾ സാക്ഷ്യത്തോടെ നിലകൊള്ളുവാൻ, ദൈവാത്മാവുള്ളവരായിട്ട് നിലകൊള്ളുവാൻ അവിടെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ അവിടുന്ന് വ്യാപരിക്കണം. സഭയുടെ മേൽ വ്യാപരിക്കണം. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് കഷ്ടതയും പ്രയാസത്തിൽ കൂടെ അനേകം കടന്നു പോകുമ്പോൾ അവിടുന്ന് തന്നെ ആശ്വാസം പകർന്നാട്ടെ. ഞങ്ങളെ ബലപ്പെടുത്തിയ വചനത്തിനായ സ്തോത്രം. മാനവും മൗത്തും അവിടുത്തേക്കായിരിക്കണം. യേശു മിശിഹായുടെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മായ ദൈവത്തിനും സകല ബഹുമാനം മഹത്വവും കലാവസാനം കൂടുതൽ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃജനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നു. ഇവർ ശുദ്ധാത്മാവിന് കന്യാമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചു നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ളതായ ദൈവത്തിന് വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനായി വിശ്വസിക്കുന്നു. വിശുദ്ധാലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാവമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. വിളിച്ചുവല്ല് ബാൻസ്. ഈ ഇടവകയിൽ ആഞ്ഞിലിമുട്ടിൽ മിസ്റ്റർ എ ജെ തോമസിൻ്റെയും മിസ്സസ് ആലിസ് തോമസിൻ്റെയും മകൾ ജെസി തോമസും, നീർമേഡ് CSI വെസ്ലി ഇടവകയിൽ മിസ്റ്റർ പി രാമുലുവിൻ്റെയും മിസ്സസ് പി സരോജിയുടെയും മകൻ പി വെങ്കട്ടും തമ്മിൽ വിവാഹം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവർ തമ്മിൽ വിശുദ്ധ വിവാഹത്തിൽ ഒരുമിച്ച് ചേർക്കപ്പെട്ടുകൂടാ എന്നുള്ളതിന് തക്ക കാരണം കാണിപ്പാൻ ആർക്കെങ്കിലും കഴിയുന്നതാകിയാൽ ആയത് രേഖാമൂലം ഇടപെട്ടക്കാരനെ അറിയിക്കണമെന്ന് രണ്ടാമത് പരസ്യം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യനേകനായിരിക്കുന്നല്ല എന്ന് കണ്ട് തക്കതായ തുണ നൽകിയ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിവാഹ ശുശ്രൂഷകളിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹമുള്ള ജെസ്സി തോമസിനെയും പി വെങ്കടിനെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ഈ നാളിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വിവാഹത്തിനായിട്ട് ഒരുങ്ങുവാൻ നിൻ്റെ മക്കളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുവരുടെയും മാതാപിതാക്കന്മാരെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. നിൻ്റെ മക്കളെ സ്വർഗീയ അനുഗ്രഹത്താൽ ധന്യമാക്കണമെന്ന്
യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുന്നു. മിസ് അലീന ആൻ വർഗീസ്, മിസ്സസ് അഞ്ജന എബ്രഹാം, മിസ്റ്റർ വർഗീസ് ടി വി, മിസ് റിയ ഗ്രേസ് എഡ്വിൻ, മിസ്സസ് അച്ചാമ്മ വർഗീസ്, മിസ് മിലാന സോഷ മിനോ, ഡോക്ടർ ആർ എം ചെറിയാൻ, മാസ്റ്റർ നിഖിൽ ഉമ്മൻ. നമുക്ക് പ്രാർത്ഥിക്കാം. Inayolam tunachone, ineyum tunaka, ihadu kerechayomni, iyenitkagraha. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരം വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവൻ്റെ പരിപാലകനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ജനനം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി ഈ ഭൂമിയുടെ പരപ്പിൽ സാക്ഷ്യമായി വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ ബുദ്ധി, ജ്ഞാനം, വിവേകം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബസ്ഥരായി പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. വെഡിങ് ആനിവേഴ്സറി മിസ്സസ് ആൻഡ് മിസ്റ്റർ ക്യാപ്റ്റൻ തോമസ് മാത്യു. പ്രാർത്ഥിക്കാം. Nen semasana nedal, nen shudar parkono, nen bujamagiyavanu, nen bhayam vasipa. സകല കുടുംബങ്ങൾക്കും കാരണഭൂതനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ച വിവാഹ ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. നിൻ്റെ പ്രിയ മക്കൾ കുടുംബജീവിതം ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി ഈ ഭൂമിയുടെ പരപ്പിൽ സാക്ഷ്യമായി വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ. സന്താപകാലത്തും സന്തോഷകാലത്തും ദൈവത്തിൽ ആശ്രയിപ്പാൻ ശക്തിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം നയിപ്പാൻ ശക്തിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. ജീവനുള്ളവരുടെ ദേശത്ത് ഒരു ദിവസം കൂടി ജീവിക്കുവാൻ തന്ന സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ലോകമെമ്പാടും COVID-19 എന്ന മഹാമാരിയുടെ പിടിയിലായിരിക്കുന്നു. ഇതിൽ നിന്നും ലോകത്തെ മുഴുവനും വിടുവിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിൻ്റെ വാക്സിനും മരുന്നും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ട അറിവ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും ഇന്ന് നടക്കുന്ന ശുശ്രൂഷകൾ നാമമഹത്വത്തിനായി തീരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട വചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയുടെ ഓരോ ആവശ്യങ്ങളും തിരുസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മുടെ ആലയത്തിന്റെ പണിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് ഒരു ആലയം പണിത് തീർക്കുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അച്ഛനും കുടുംബത്തിനുമായി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഓക്സിലറീസിനായി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലും അല്ലാതെയും പലവിധ അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സുഖമില്ലാതെ ഭവനത്തിൽ കഴിയുന്ന ശ്രീ രാജൻ ജോൺ, ശ്രീ ടി വി വർഗീസ്, ശ്രീ CI ജേക്കബ് എന്നിവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഇന്ത്യ രാജ്യത്തിനു വേണ്ടിയും നമ്മളായിരിക്കുന്ന തെലങ്കാന സ്റ്റേറ്റിന് വേണ്ടിയും മാതൃസംസ്ഥാനമായ കേരളത്തിന് വേണ്ടിയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രകൃതിക്ഷോഭത്താൽ കഷ്ടപ്പെടുന്ന ഓരോ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. തുടർന്നുള്ള പ്രാർത്ഥനകൾക്കായി രണ്ടാമത്തെ ലിത്താനി നമുക്ക് ഉപയോഗിക്കാം.
കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യമായി പറയാം. കർത്താവേ കരുണയുണ്ടാകണമേ. ലോക സമാധാനത്തിനു വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിനു വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിനു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടിയും വിശേഷാൽ ധർമ്മരാജ് രസാലം എന്ന നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും പ്രേംചന്ദ് സിംഗ് എന്ന ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ജോസഫ് എന്ന മർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും സോളമൻ രാജൻ നമ്മുടെ പ്രിസൈഡിംഗ് ബിഷപ്പിന് വേണ്ടിയും തോമസ് കെ ഉമ്മൻ നമ്മുടെ പേട്രൺ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാരായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭക്തരോടും കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരു മുമ്പാകെ സമർപ്പിപ്പാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ യാചന നൽകണമേ. കർത്താവേ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം താമരുള മെയ്തൊരു വാഗ്ദത്തം പോൽ ദയവായി മെയ്തൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ യാചന നൽകണമേ. കർത്താവേ യാചന നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്വ പിതാവേ, നല്ലത് മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന നാഥനെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അങ്ങേ ആത്മാവിന് സത്യത്തിൽ ആരാധിപ്പാൻ ഞങ്ങൾ ഒരുക്കിയ വൻകൃപകൾക്കായി
നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥനെ. ഞങ്ങളുടെ CSI സഭയെ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനഡ് ഭാരവാഹികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബിഷപ്പുമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷ തോമസ് ക്യൂമൻ ബിഷപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. AC സോളമരാജ് ബിഷപ്പിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷകളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠന്മാർക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥനെ. വിശേഷാൽ കർത്താവെ, ഞങ്ങളുടെ ഹൈദരാബാദ് സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ സമൂഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങളെയും ദൈവം സമർപ്പിക്കുന്നു നാഥനെ. വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ, സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ ഇളവറ്റ കരുണയും കാവലും സംരക്ഷണം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ നാളുകളിൽ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റിയങ്ങൾ, ബിൽഡിംഗ് കമ്മിറ്റിയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, എല്ലാ സംഘടനകളെയും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന അതിനെ. സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ദൈവിക ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗായസംഘത്തിനായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ ദൂതസ്ഥനോട് ചേർന്ന് പാടുവാൻ അവിടുത്തെ പ്രിയ മക്കളെയും ശക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. യൂത്ത് മൂവ്മെൻ്റ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളുടെ എല്ലാ അധ്വാനത്തിലും അവിടെ ദൂതഗണങ്ങളുടെ കാവലും സംരക്ഷണം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന നാഥനെ. രോഗികളായി, ദുഃഖിതരായി, കഷ്ടതയും പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് നല്ല വൈദ്യനായ യേശു കർത്താവ് പൂർണ്ണമായി വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. രോഗാക്ഷീണ അവസ്ഥയിൽ ഭവനത്തിൽ കഴിയുന്നവർ, ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവങ്ങൾ സമർപ്പിക്കുകയാണ് നാഥനെ. രോഗികൾക്ക് നല്ല വൈദ്യനായ യേശു കർത്താവ് പൂർണ്ണമായി വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വാർദ്ധക്യസഹജമായ ക്ഷീണാവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം, ബലവും ശക്തിയും പ്രദാനം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ നാളുകൾ ഞങ്ങൾ ദേവാലയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് സബലീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ കോവിഡ് മഹാരോഗത്തിൻ്റെ പിടിയിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായ കർത്താവ് പൂർണ്ണമായി വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലവിധമായ സാഹചര്യങ്ങളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിക്കുന്നു. ഈ നാളിൽ കർത്താവെ, വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലയിടങ്ങളിൽ പ്രതിസന്ധികളും പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളോട് വചനം സംസാരിച്ച പ്രിയ അച്ഛനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് വസിപ്പാൻ പാർപ്പിടും, ധരിപ്പാൻ വസ്ത്രം, കഴിപ്പാൻ ആഹാരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും സ്വർഗീയ അനുഗ്രഹത്താൽ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വന്തം പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ രക്ഷകർത്താവസ്ഥകളിലൂടെ ഇരിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിൽക്കുള്ളാകുന്നുവല്ലോ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസ സംസർഗവും നാം എല്ലാവരോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമീൻ.
महत्व एक सीधा अनेक महत्व एक सुधा കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളോട് കൂടെയും നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമീൻ.